ഓൾറെഡി കണ്ണൂർ ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെൻറ്റിൽ ക്ലർക്കായി വർക്ക് ചെയ്യുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഓഫ്ലൈൻ ക്ലാസ്സിന് ചേരാൻ ബുദ്ധിമുട്ട് കാരണം വീക്കെൻഡിലായിരിക്കും നാട്ടിലോട്ട് വരിക. അങ്ങനെയാണ് ഞാൻ ഓൺലൈൻ കോഴ്സിന് അപ്ലൈ ചെയ്യുന്നത്. ഹായ്, എൻ്റെ പേര് അസറുദ്ദീൻ. ഞാൻ അരീക്കോട് വെറ്റിലപ്പാറ സ്വദേശിയാണ്. ഈ കഴിഞ്ഞ HSA സോഷ്യൽ സയൻസ് റാങ്ക് ലിസ്റ്റിൽ 2ാം റാങ്ക് നേടിയ വ്യക്തിയാണ്. ഇപ്പോൾ ഞാൻ നിലമ്പൂർ ഗവൺമെൻറ് മാനവേദൻ ഹൈസ്കൂളിൽ സോഷ്യൽ സയൻസ് ടീച്ചറായി വർക്ക് ചെയ്യുന്നു. ആദ്യമായി ഞാൻ എയ്സ് മഞ്ചേരിക്ക് ഞാൻ നന്ദി അറിയിക്കുകയാണ്. കാരണം ഇത്രയും സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽസ് അതുപോലെ കണ്ടൻറ്റൊക്കെ പ്രിപ്പയർ ചെയ്തതിന് എയ്സിന് അതുപോലെ അതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ്. അതുപോലെ എൻ്റെ ഫാമിലി, ഫാദർ, മദർ, വൈഫ് ഇവരൊക്കെ വേണ്ട രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ എയ്സ് ആപ്പ് വഴിയാണ് ഞാൻ ഈ കോഴ്സിന് ജോയിൻ ചെയ്തിട്ടുള്ളത്. കാരണം ഞാൻ ഓൾറെഡി കണ്ണൂർ ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെൻറ്റിൽ ക്ലർക്കായി വർക്ക് ചെയ്യുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഓഫ്ലൈൻ ക്ലാസ്സിന് ചേരാൻ ബുദ്ധിമുട്ട് കാരണം വീക്കെൻഡിലായിരിക്കും നാട്ടിലോട്ട് വരിക. അങ്ങനെയാണ് ഞാൻ ഓൺലൈൻ കോഴ്സിന് അപ്ലൈ ചെയ്യുന്നത്. അത് അപ്ലൈ ചെയ്തു എന്ന് പറഞ്ഞാൽ ഓൺലൈൻ കോഴ്സിൽ നമ്മൾ റൂട്ടിലോട്ട് കയറി കഴിയാൻ വളരെ ബുദ്ധിമുട്ടാണെന്ന് എല്ലാവരും പറയാറുണ്ട്. കാരണം നമുക്ക് സപ്പോർട്ടീവായിട്ട് ഓഫ്ലൈനിലുള്ള ആളുകളൊന്നും ഫ്രണ്ട്സും നമുക്ക് ഉണ്ടാകാറില്ല. നമ്മൾ സെൽഫായിട്ട് നമ്മൾ വീട്ടിലിരുന്നോ റൂമിലിരുന്നൊക്കെ പഠിക്കേണ്ട ഒരു സിറ്റുവേഷനാണ്. അതുകൊണ്ട് തന്നെ സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. ദെൻ ഞാൻ എത്തിപ്പെട്ടത് CAക്ക് പഠിക്കുന്ന കുട്ടികളുടെ ഒരു ഹോസ്റ്റലിലായിരുന്നു ഞാൻ എത്തിപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ഫുൾ ടൈം പഠിക്കുന്ന ഒരു സറൗണ്ടിങ്സിൽ എത്തിപ്പെട്ടുകൊണ്ട് തന്നെ എനിക്കും അതിലോട്ട് ജോയിൻ ചെയ്യാൻ സാധിച്ചു. അങ്ങനെയാണ് ഞാൻ ആ ഒരു റൂട്ടിലോട്ട് കയറുന്നത്. അപ്പോൾ ഇതിൻ്റെ മെറ്റീരിയൽസ് ഞാൻ പറഞ്ഞു, എൻ്റെ ഓൾറെഡി ധാരാളം മെറ്റീരിയൽസ് ഉണ്ടായിരുന്നു. ഇതിന് ചേരുന്നതിന് മുമ്പ് നേരത്തെ UPSC എക്സാമൊക്കെ വന്ന സമയത്ത് മെറ്റീരിയൽസൊക്കെ ഉണ്ട് എന്നുള്ള രീതിയിൽ പിന്നെ കോച്ചിങ്ങൊന്നും ചേരണ്ട എന്ന അടിസ്ഥാനത്തിൽ ഞാൻ സെൽഫായിട്ട് പഠിച്ചു. പക്ഷേ എന്താണെന്ന് ചോദിച്ചാൽ ലിസ്റ്റിൽ ഏറ്റവും ബാക്കിൽ എന്ന് പറഞ്ഞാൽ മെയിൻ ലിസ്റ്റ് ആയതിനാൽ പോലും ബാക്കിൽ ആണ് ഞാൻ എത്തിപ്പെട്ടത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് HSA നോട്ടിഫിക്കേഷൻ വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ എയ്സിൽ ജോയിൻ ചെയ്യാൻ തീരുമാനിച്ചത്. അങ്ങനെ അവിടെ ഇരുന്ന് അവരെ കൂടെ പഠിച്ചു. ഇപ്പോൾ എന്നോട് കുറേ ആളുകൾ ചോദിക്കാറുണ്ട് എങ്ങനെയാണ് ഇതിന് പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ച സമയത്ത് ഞാൻ പറഞ്ഞത്, ഇപ്പം ഞാൻ ജോയിൻ ചെയ്ത സമയത്ത് തന്നെ അവിടെ ധാരാളം ആളുകളെ ഞാൻ പിന്നെ പറഞ്ഞിരുന്നു, ഇത്രയും നല്ല ക്ലാസ് ആണെന്ന രീതിയിൽ എയ്സിലോട്ട് കണ്ടുവരുന്ന ആളുകൾ തന്നെ ആപ്പ് വഴി ഞാൻ വിട്ടിരുന്നു. അപ്പോൾ എങ്ങനെയാണ് എയ്സ് ആപ്പ് വഴി പഠിച്ചതെന്ന് ചോദിച്ചാൽ ആദ്യം തന്നെ ധാരാളം വീഡിയോസാണ്. ഇപ്പോൾ വീക്ക് ബൈ വീക്കായിട്ട് കുറേയധികം വീഡിയോസും അതിൻ്റെ PDF ഫയലുകളൊക്കെ എയ്സ് ആപ്പിൽ അവൈലബിൾ ആയിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസാണ് പറയുന്നത്. ഞാൻ ചെയ്തത് ഒരു വീഡിയോ ഏകദേശം ഒരു അരമണിക്കൂർ 3/4 മണിക്കൂറുള്ള വീഡിയോസ് എന്ത് ചെയ്യും, ഞാനത് കാണുമെന്ന് പറഞ്ഞാൽ ഒറ്റ റൗണ്ടിൽ കാണുകയല്ല, ജസ്റ്റ് ഒരു 5 സെക്കൻഡ് കാണും. എൻ്റെ അടുത്ത് ഒരു 10-14 നോട്ട്സ് ഞാൻ വാങ്ങിയിരുന്നു. ഒരു 300 പേജുള്ള നോട്ട്സ് വാങ്ങിയിരുന്നു. അങ്ങനെ ഹിസ്റ്ററി ആണെങ്കിൽ ഓരോന്നിനും സെപ്പറേറ്റ് ആയിട്ട് നോട്ട്സ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പം നമ്മൾ ഹിസ്റ്ററിൻ്റെ ക്ലാസ്സാണ്, വീഡിയോ ആണെന്നുണ്ടെങ്കിൽ വീഡിയോസ് ഒരു 10 സെക്കൻഡ് 5 സെക്കൻഡ് കാണും. ഒരു പോയിൻ്റ് അതെന്ത് ചെയ്യും, ഞാൻ നോട്ടിലോട്ട് പകർത്തും. അങ്ങനെ പോയിൻ്റ് ബൈ പോയിൻ്റ് ആയിട്ട് ഫുള്ളായിട്ട് ആ ഒരു അരമണിക്കൂർ വീഡിയോ ചിലപ്പോൾ നമ്മൾ കവർ ചെയ്യണമെങ്കിൽ ചിലപ്പോൾ ഒരു 3 മണിക്കൂർ 3.5 മണിക്കൂർ 4 മണിക്കൂറൊക്കെ എന്ത് ചെയ്യും നമുക്ക് വേണ്ടി വരും. അപ്പം അങ്ങനെ ഫുള്ളായിട്ട് എത്രയോ എനിക്ക് തോന്നുന്നു ഒരു 45 അല്ലെങ്കിൽ 48 വീക്സിൻ്റെ ക്ലാസ്സുകൾ ഉണ്ടായിരുന്നു ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ മറന്നു. ഏതായിരുന്നാലും ആ വീഡിയോസൊക്കെ എന്ത് ചെയ്തു, ആ രൂപത്തിൽ ഞാൻ പഠിക്കുക ചെയ്തിരുന്നത്. പഠിക്കുക എന്ന് പറഞ്ഞാൽ ആദ്യം നോട്ട് എഴുതുമ്പോൾ നമ്മളെ കൈപ്പടയിൽ എഴുതുന്ന സമയത്ത് നമ്മളെ മൈൻഡിലോട്ട് ആ സംഭവം കയറും. അങ്ങനെ ഓരോ സബ്ജക്റ്റും ഹിസ്റ്ററി ആകട്ടെ, ജോഗ്രഫി ആകട്ടെ, പൊളിറ്റിക്സ് സയൻസ്, എക്കണോമിക്സ് ഒക്കെ അങ്ങനെ എഴുതിയിട്ടാണ് നോട്ട്സ് സെൽഫായിട്ട് എഴുതിയിട്ടാണ് പഠിച്ചിരുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ എല്ലാം A to Z കാര്യങ്ങളൊക്കെ ഞാൻ ഇപ്പോൾ ഇതിൽ പ്രത്യേകം പറയാൻ കാരണം ചില നോട്ട്സൊക്കെ നല്ല ഡീപ്പായിട്ട്, അതായത് ഹിസ്റ്ററി പോലുള്ള സബ്ജക്റ്റൊക്കെ ഡീപ്പായിട്ട് എയ്സ് കൊടുത്തിരുന്നു. അപ്പോൾ ചിലപ്പോൾ പൊളിറ്റിക്സ് പോലുള്ള സബ്ജക്റ്റുകൾ ചില ഏരിയ അത്ര ഡീപ്പല്ലാതെ കൊടുത്തൊരു സംഭവമുണ്ട്. അപ്പോൾ ഞാൻ തന്നെ ആ സമയത്ത് ഞാൻ ചിന്തിച്ചിരുന്നു ഇതിൽ ഡീപ്പായിട്ട് നോട്ട്സ് ഇല്ല എന്നൊക്കെ ചിന്തിച്ചിരുന്നു. എന്നാൽ എക്സാം വന്ന സമയത്ത് എക്സാമിന് ചോദിച്ചത് ആ രൂപത്തിൽ അത്രയും ഒന്നും ഡീപ്പല്ലാത്ത രൂപത്തിലാണ് ആ ഒരു പൊളിറ്റിക്കൽ സയൻസ് എക്സാമിന് ചോദിച്ചത്. അപ്പോൾ എനിക്ക് മനസ്സിലായി എന്തുകൊണ്ടായിരിക്കണം അവർ ആ ഒരു സബ്ജക്റ്റിൽ ഡീപ്പിലോട്ട് പോകാത്തത്. അങ്ങനെ കണ്ടൻറ്റൊക്കെ വേണ്ട രീതിയിലൊക്കെ സ്ട്രക്ചർ ചെയ്തിട്ട് കിട്ടിയത് കൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ സോഷ്യൽ സയൻസ് 2ാം റാങ്ക് എന്നതിലുപരി സോഷ്യൽ സയൻസ് റാങ്ക് ലിസ്റ്റിൽ പെട്ട് ജോലി കിട്ടിയതെന്ന് എനിക്ക് നിസ്സംശയം പറയാൻ സാധിക്കും. ഇനി പുതിയതായിട്ട് ഈ ഒരു ഫീൽഡിലോട്ട് വരുന്ന ആളുകൾക്കോട് ഞാൻ പറയാനുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ, പലരും പറയാറുണ്ട് ഒരു 6 മാസം
PSCക്ക് പഠിച്ചാൽ ഓരോ ദിവസം ഒരു 15 മണിക്കൂർ വെച്ച് 6 മാസം പഠിച്ചാൽ തന്നെ എന്തായാലും ആ ഒരു അറിവ് വെച്ച് PSC കിട്ടും എന്നുള്ള കാര്യങ്ങൾ പലരും പറയാറുണ്ട്. തീർച്ചയായും അത് ശരിയാണ്. പക്ഷെ നമുക്കൊരിക്കലും ആ ഒരു സ്റ്റാർട്ടിങ് എന്ന രീതിയിൽ ഒരു വ്യക്തിക്ക് ഒരിക്കലും 15 മണിക്കൂർ പോയിട്ട് 2 മണിക്കൂർ പോലും അവർക്ക് ആ സ്റ്റാർട്ടിങ്ങിൽ ഇരിക്കാൻ സാധിക്കില്ല. അപ്പോൾ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഒരു കോച്ചിങ് സെൻറ്ററിൽ പോയിട്ട് കോച്ചിങ്ങിന് ചേരുക എന്നുള്ളതാണ്. അപ്പോൾ കഴിയുന്നുണ്ടെങ്കിൽ ഓഫ്ലൈൻ കോച്ചിങ്ങിന് ചേരാം. ഞാനിപ്പോൾ എയ്സിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഓഫ്ലൈനിൽ നിങ്ങൾക്ക് ചേരാൻ ശ്രദ്ധിക്കുക. ഞാൻ ഓഫ്ലൈൻ തന്നെ പറയാൻ കാരണം അവിടെ നമ്മൾ ക്ലാസ്സിന് പോകുന്ന സമയത്ത് നമുക്ക് ധാരാളം ഫ്രണ്ട്സിനെ കിട്ടും. ആ ഒരു ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടേതായിട്ടുള്ള ലക്ഷ്യങ്ങൾ ഉള്ള ഫ്രണ്ട്സാണ് അവിടെ ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ നമ്മൾ ആ റൂട്ടിൽ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ കോച്ചിങ്ങിന് ചേരുക എന്നുള്ളതാണ് ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത്. അതുപോലെ നമ്മൾ ചെറിയ രൂപത്തിലൊക്കെ പഠനം തുടങ്ങുക. അത്രയും ഹാർഡായിട്ട് നമ്മൾ പഠിക്കണം എന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങൾ കഴിയുന്നുണ്ടെങ്കിൽ പഠിക്കുക. എന്നാൽ ഞാൻ എൻ്റെ അനുഭവം വെച്ച് പറയുകയാണെങ്കിൽ അങ്ങനെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ കുറേശ്ശെ നമുക്ക് ആ ഒരു റൂട്ടിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഭാഗമായിട്ട് നമുക്ക് മാറും PSC എന്ന് പറഞ്ഞത്. അങ്ങനെ ദിവസം കൂടുന്തോറും നമ്മൾ അതിലോട്ട് അടുത്തുകൊണ്ടേയിരിക്കും. അങ്ങനെ ഞാൻ ഇപ്പോൾ ലാസ്റ്റ് ഞാൻ പറയുകയാണെങ്കിൽ ലാസ്റ്റ് ഈ പറഞ്ഞ പോലെ 15 മണിക്കൂറൊക്കെ ലാസ്റ്റ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. പക്ഷേ എനിക്കൊന്നും ആദ്യം ഒരിക്കലും ചിന്തിക്കാൻ പോലും വയ്യ 15 മണിക്കൂറൊക്കെ ഒരു ദിവസം PSCക്ക് പഠിക്കുക എന്നുള്ളത്. അത് നിങ്ങൾ പഠിക്കണ്ട. നിങ്ങൾ ഒരിക്കലും സ്ട്രെയിൻ ചെയ്ത് പഠിക്കേണ്ട ആവശ്യമില്ല. ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളത് റൂട്ടിൽ കയറുമ്പം ആ ഒരു 10-12 മണിക്കൂറോട് നിങ്ങൾ എത്തിപ്പെടും എന്നുള്ള കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. അല്ലാതെ നിങ്ങൾ എനിക്കിത്ര പഠിക്കണം എന്നുള്ള രീതിയിലുള്ള ഒരു ലക്ഷ്യം വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് നിങ്ങൾ എത്തിപ്പെടും. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾ കോച്ചിങ് സെൻറ്ററിൽ പോയിട്ട് കോച്ചിങ്ങിന് ചേരുക. എന്നിട്ട് അവിടെ നിന്നുള്ള ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്യുക. അങ്ങനെ നമ്മൾ സെൽഫായിട്ട് ഇപ്പോൾ ഞാനിവിടെ വന്ന സമയത്ത് ഞാൻ ഓൺലൈൻ കോച്ചിങ് ചെയ്തുകൊണ്ട് തന്നെ ഞാൻ ഇവിടുത്തെ ലൈബ്രറിയൊന്നും കണ്ടിട്ടില്ലായിരുന്നു. ഇപ്പോൾ ഇവിടെ വന്ന സമയത്ത് ലൈബ്രറിയും അതുപോലെ നമുക്ക് സെൽഫായിട്ട് പഠിക്കാനുള്ള ധാരാളം ആളുകൾ ഇവിടെ വന്നിട്ട് രാവിലെ വന്ന് പഠിക്കുന്നു, വൈകുന്നേരം പോകുന്ന കുറേ ആളുകളുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സൗകര്യങ്ങളൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ രൂപത്തിലൊക്കെ ചെയ്യാം. അപ്പോൾ ഓഫ്ലൈൻ വരുന്നവർക്ക് ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ്.